ഓക്കെ, നമ്മൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വർക്ക് എനർജി പ്രിൻസിപ്പിൾ വരെയാണ് കണ്ടത്. അതിനു മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു മെക്കാനിക്കൽ എനർജി, യാന്ത്രികോർജം രണ്ട് തരത്തിലുണ്ട്. അതായത് ഗതികോർജവും അതുമാതിരി സ്ഥിതികോർജവും. അതിൽ ഗതികോർജം നമ്മൾ വിശദമായിട്ട് പരിചയപ്പെട്ടു. അടുത്തതാണ് എന്ത്? സ്ഥിതികോർജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി സത്യത്തിൽ രണ്ട് തരത്തിലാണ് കിട്ടുക. അത് ടെക്സ്റ്റിൽ രണ്ട് ദിക്കിലായിട്ടാണ് പറഞ്ഞേക്കണേ, പക്ഷെ നമ്മൾ ഒരുമിച്ച് നമ്മളിത് പറയും. എന്താ? എനർജി പൊസസ്ഡ് ബൈ വെർച്യൂ ഓഫ് പൊസിഷൻ ആൻഡ് സ്ട്രെയിൻ. പൊസിഷൻ സ്ഥാനം മൂലവും സ്ട്രെയിൻ മൂലവും, അങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് സ്ഥിതികോർജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ലഭിക്കും. ഇപ്പൊ തെങ്ങിന്റെ മുകളിൽ ഒരു നാളികേരം, അത് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സാധനം, അത് താഴേക്ക് വീണു. താഴേക്ക് വീണ് കഴിഞ്ഞാൽ ആ തറയിൽ വന്ന് വീണ് ആ തറയിൽ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് ആ ഫോഴ്സിന്റെ ഡയറക്ഷനിൽ അവിടെ ഒരു കുഴി അല്ലെങ്കിൽ അവിടുത്തെ മണ്ണ്, അവിടെ എന്താണോ വസ്തു, അതിനെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ മുകളിൽ ഗ്രൗണ്ട് ലെവലിൽ നിന്ന്, തറനിരപ്പിൽ നിന്നും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുക്കൾക്ക് എന്ത് ചെയ്യാൻ? പ്രവൃത്തി ചെയ്യാനുള്ള കഴിവുണ്ട്, വർക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിനാൽ അതിന് എനർജി ഉണ്ട്. ആ എനർജിക്ക് പറയുന്ന പേരാണ് എന്ത്? സ്ഥിതികോർജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി. അതുമാതിരി സ്ട്രെയിൻ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് വലിച്ചു മുറുക്കിയ സ്പ്രിങ്. അങ്ങനെ ടൈറ്റ് ആക്കിയ സ്പ്രിങ് അതിന് മുകളിൽ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് അഴയുന്ന സമയത്ത് അതിനെ തട്ടിത്തെറിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതുമാതിരി അമ്പും വില്ലും, അവിടെ ഞാൻ വലിച്ചു കഴിഞ്ഞാൽ, ആ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അതിലെന്ത് കിട്ടുകയാണ്? സ്ഥിതികോർജം കിട്ടുകയാണ്. അപ്പൊ ആ സ്ട്രെയിൻ മൂലം രണ്ട് തരത്തിൽ കിട്ടും. സ്ട്രെയിൻ മൂലവും അതുമാതിരി തന്നെ പൊസിഷൻ മൂലവും. അത് സ്ട്രെയിൻ മൂലം ടെക്സ്റ്റില് വേറെ ദിക്കിലാണ് പറഞ്ഞേക്കുന്നത്, അത് പക്ഷെ ഒരുമിച്ച് പഠിക്കുകയാണ് നല്ലത്. പിന്നെ അപ്പൊ അങ്ങനെ പൊസിഷൻ മൂലം അവിടെ പറഞ്ഞേക്കണേ. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ക്വാണ്ടിറ്റി പഠിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് മെഷർ ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ഒരു വസ്തുവിനെ ഇങ്ങനെ സ്റ്റെപ്പ് ഉയർത്തുകയാണ്. ആദ്യം H1 എന്നുള്ള ഹൈറ്റിൽ വെച്ചു, പിന്നെ H2 എന്നുള്ള ഹൈറ്റിൽ വെച്ചു. അപ്പൊ ഉയർത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഉയർത്തണമെങ്കിൽ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വർക്ക് എന്ന് പറഞ്ഞാൽ mgh ആണെന്ന് നമ്മൾ കണ്ടു. G എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം. ഈ mgh, ഈ വർക്കാണ് അവിടെ എന്തായിട്ട് മാറുന്നത്? സ്ഥിതികോർജമായിട്ട് മാറുന്നത്. നമ്മൾ വർക്ക് ഡണ്ണും എനർജിയും തുല്യമാണെന്ന് കണ്ടു. ആ ഉയർത്താൻ എത്ര വർക്കാണോ ചെയ്യേണ്ടത് അതിന് തുല്യമായിരിക്കും അതിലെ സ്ഥിതികോർജം. അതിനാൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വസ്തുവിന്റെ സ്ഥിതികോർജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിനെ ഉയർത്താൻ എത്ര വർക്കാണോ ചെയ്യേണ്ടത് ആ വർക്കിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ ഉയർത്താനുള്ള വർക്കാണ് എന്ത്? mgh. അതിനാൽ തന്നെ പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ PE is equal to mgh. ഈ ഇക്വേഷൻ തന്നെയാണ് എന്ത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്ത വർക്ക് കാണാനും ഗുരുത്വാകർഷണത്തിന് എതിരായി ചെയ്ത പ്രവൃത്തി കാണാനും ഇതേ ഇക്വേഷൻ ആണ്. അപ്പൊ നമ്മൾ രണ്ട് ഇക്വേഷൻ പഠിച്ചു, മറക്കരുത്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു 1/2 mv². m എന്ന് പറഞ്ഞാൽ മാസ്, v എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, അവിടെ ചലനം അല്ലെങ്കിൽ മോഷൻ മൂലം ഉണ്ടാകുന്ന ഊർജ്ജമാണ്. അടുത്ത പൊസിഷൻ മൂലമാണ്. അതെന്താ? mgh. h എന്ന് പറഞ്ഞാൽ എന്താ? ഹൈറ്റ് ആണ്. m എന്ന് പറഞ്ഞാൽ മാസ്. ഇനി സ്വാഭാവികമായിട്ട് അടുത്തായിട്ട് ഇത് വെച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്, കണക്കാണ്. അതിൽ വർക്ക്ഔട്ട് ചെയ്ത കണക്കുകൾ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. വർക്ക്ഔട്ട് ചെയ്ത കണക്ക് അതിൽ ടെക്സ്റ്റിൽ ചെയ്തേക്കണ കണക്ക് നിങ്ങൾ സ്വയം ഉത്തരം കണ്ടെത്തുക. മറ്റൊന്ന് നമുക്ക് നോക്കാം. കാൽക്കുലേറ്റ് ദ potential energy of a body of mass 1 kilogram at a height 6 meter from the ground. ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. m is equal to 1 kilogram, h equal to 6. mgh എന്ന് പറഞ്ഞാൽ എന്ത് വരും? m എന്ന് പറഞ്ഞാൽ 1 into 10 into 6. അപ്പൊ എത്ര വരും? 60 ജൂൾ വരും. അടുത്തത് ഈ ബേർഡ് ഓഫ് മാസ് 0.5 കിലോഗ്രാം, ഒരു പക്ഷി 1/2 കിലോഗ്രാം. 0.5 m is equal to 0.5 കിലോഗ്രാം. 0.5 കിലോഗ്രാം മാസുള്ളൊരു പക്ഷി പറക്കാണ് വിത്ത് എ കോൺസ്റ്റന്റ് സ്പീഡ്. അതിന്റെ സ്പീഡ് മാറണമെന്നില്ല, ഒരേ വെലോസിറ്റി ആണ്. അറ്റൈനിങ് ദ സെയിം ഹൈറ്റിൽ കൂടിയാണ് പറക്കുന്നത്. അത് സെയിം ഹൈറ്റിൽ കൂടെ പറക്കണ കാരണം അതിന്റെ പൊട്ടൻഷ്യൽ എനർജിക്ക് മാറ്റം വരില്ല. 5 മീറ്റർ. അപ്പൊ h is equal to 5 മീറ്റർ. തന്നിരിക്കുന്ന വാല്യൂസ് ആദ്യം എഴുതി. യൂണിറ്റ് ശരിയാണോ? ഇത് കിലോഗ്രാം ആണ്, ഇത് മാസ് ആണ്, അല്ല മീറ്റർ ആണ്, ശരിയാണ്. ഇൻ ദിസ് സ്റ്റേറ്റ്
ഇഫ് ഇറ്റ്സ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ആർ ഈക്വൽ, രണ്ടിന്റെയും ഗതികോർജവും സ്ഥിതികോർജവും തുല്യമാണെങ്കിൽ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ബേർഡ്? പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ബേർഡ് വളരെ എളുപ്പമാണ്. എം പി ഈസ് ഇക്വൽ ടു എം ജി എച്ച് ഈസ് ഇക്വൽ ടു 0.5 ഇൻറ്റു ജി എത്രയാ 10 ഇൻറ്റു 5, അപ്പൊ എത്ര കിട്ടി? 25 ജൂൾ. ഇനി വാട്ട് ഈസ് ദ കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി എത്രയാ? സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൈനറ്റിക് എനർജി എത്രയായിരിക്കും? 25 ജൂൾ ആയിരിക്കും. What is the velocity of the bird? എന്ന് പറഞ്ഞാൽ 1/2 mv square is equal to 25 or 1/2 into 0.5 into v square is equal to 25 or v square is equal to 25 into 2 divided by 0.5 or v square is equal to 100 or v is equal to root of 100 is equal to 10 meter per second. 10 meter per second. അതാണ്. ഇനി അപ്പൊ അവിടെ അടുത്ത പേജിൽ സ്ട്രെയിൻ മൂലം കിട്ടുന്ന കൈനറ്റിക് പൊട്ടൻഷ്യൽ എനർജിക്ക് എക്സാമ്പിൾസ് പറഞ്ഞിട്ട് എ സ്ട്രെച്ച്ഡ് ബോ, പിന്നെയോ എ റബ്ബർ ബാൻഡ് ഇൻ എ സ്ട്രെച്ച്ഡ് പൊസിഷൻ. അത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അടുത്തത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഊർജ സംരക്ഷണ നിയമമാണ്. ഇവിടെ അതിന് മുമ്പായിട്ട് മറ്റേ നമ്മുടെ ഡെയിലി ലൈഫിൽ ധാരാളം ഊർജ പരിവർത്തനം, എനർജി ട്രാൻസ്ഫോർമേഷൻ കാണാം പല ഉപകരണങ്ങളിലും. അത് പരീക്ഷയ്ക്ക് ചോദിക്കും. വളരെ എളുപ്പമാണ്. നമുക്കൊരു ഉപകരണം കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ആലോചിക്കേണ്ടത് ആ ഉപകരണത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന എനർജി എന്താണ്, അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എനർജി എന്താണ്. അപ്പൊ ഇലക്ട്രിക് ജനറേറ്ററിനെ നമ്മൾ വൈദ്യുതി ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇലക്ട്രിക് ജനറേറ്റർ എന്ന് പറഞ്ഞാൽ അതവിടെ കറങ്ങാണ്. അപ്പൊ അവിടെ മെക്കാനിക്കൽ എനർജിയാണ്. അവിടെ ഡൈനാമോ കറങ്ങിയിട്ടാണ് കറണ്ട് ഉണ്ടാകുന്നത്. അത് നിങ്ങൾ ഇനി 10ൽ പഠിക്കും. അവിടെ ഡൈനാമോ കറങ്ങുക എന്ന് പറഞ്ഞാൽ അവിടെ മെക്കാനിക്കൽ എനർജിയാണ്. മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. യാന്ത്രികോർജം വൈദ്യുതോർജമായിട്ട് മാറുന്നു. ഏതില്? ജനറേറ്ററിൽ. ഇനി അടുത്തതോ ഫാനിലേക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് ഇലക്ട്രിക്കൽ എനർജി, വൈദ്യുതോർജം. എന്താ നമുക്ക് കിട്ടുന്നത്? മെക്കാനിക്കൽ എനർജി. അപ്പൊ അവിടെ വൈദ്യുതോർജം യാന്ത്രികോർജമായിട്ട് മാറുന്നു. അല്ലെ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി. അയൺ ബോക്സിൽ അങ്ങോട്ട് കൊടുക്കുന്നത് വൈദ്യുതോർജമാണ്. അപ്പൊ എന്തായാലും ഇലക്ട്രിക്കൽ എനർജി വൈദ്യുതോർജം താപോർജമായി മാറുന്നു, ഹീറ്റ് എനർജി ആയിട്ട് മാറുന്നു. ഇലക്ട്രിക് ബൾബില് ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ലൈറ്റ് എനർജി, വൈദ്യുതോർജം പ്രകാശോർജമായിട്ട് മാറുന്നു. ഇനി അടുത്തതായിട്ട് ഊർജ സംരക്ഷണ നിയമം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അത് ഫിസിക്സിലെ പ്രപഞ്ചത്തിലെ തന്നെ ഒരു അടിസ്ഥാന നിയമമാണ്. ഫിസിക്സിലെ ഏറ്റവും അടിസ്ഥാനപ്പെട്ട ഒരു നിയമമാണ്. ആ നിയമം ആദ്യം നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് പ്രൂവ് ചെയ്തിട്ടാണ് നമ്മൾ ആ ലോ നമ്മൾ പഠിക്കുന്നത്, ആ നിയമം പഠിക്കുന്നത്. അത് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം പഠിച്ച മാതിരി തന്നെ ഇവിടെ മാത്തമാറ്റിക്കലായിട്ട് ഗണിതപരമായിട്ട് ആദ്യം ഈ നിയമം നമ്മൾ തെളിയിക്കും. അത് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് ഒരു ഒരു മതിലിന്റെ മുകളിൽ അല്ലെങ്കിൽ സൺഷെയ്ഡിന്റെ മുകളിൽ ഇരിക്കുന്ന ചെടിച്ചട്ടിയാണ്. ഈ ചെടിച്ചട്ടിയുടെ മാസം ഹൈറ്റും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചെടിച്ചട്ടി താഴേക്ക് വീഴുകയാണ്. ഈ താഴേക്ക് വീഴുന്ന സമയത്ത് 3 പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ ഇതിന്റെ ടോട്ടൽ എനർജി, ആകെ ഊർജം നമ്മൾ കാണും. എന്താ ഈ ആകെ ഊർജം എന്ന് പറയാൻ കാരണം? ഈ താഴേക്ക് വീഴുന്നപ്പോൾ ഈ ചെടിച്ചട്ടി കൺസിഡർ ചെയ്താൽ ഇതിന് 2 തരത്തിലുള്ള ഊർജം ഉണ്ട്, എനർജി ഉണ്ട്. ഇത് ഗ്രൗണ്ടിൽ നിന്നും ഒരു ഉയരത്തിലാണ്, നിശ്ചിത ഉയരത്തിലാണ്. അപ്പൊ അവിടെ പൊസിഷൻ മൂലമുള്ള എനർജി അല്ലെങ്കിൽ സ്ഥാനം മൂലമുള്ള ഊർജം സ്ഥിതികോർജം ഉണ്ട്. പക്ഷെ അത് താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്, അത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ എന്തുണ്ട്? ഗതികോർജം ഉണ്ട്. അപ്പൊ എപ്പോഴും ടോട്ടൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഇവിടെ അത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. ഇവിടെ അത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ ഈ 3 കേസിലും നമ്മൾ ടോട്ടൽ എനർജി കാണും. അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. അപ്പോ മറ്റേ സൺഷെയ്ഡിന്റെ മുകളിൽ താഴേക്ക് വീണതിന് ശേഷം തറയിൽ വന്ന് ജസ്റ്റ് മുട്ടുന്ന സമയത്ത് നമുക്ക് ആ ബുള്ളറ്റിൻസ് എന്ന് ആദ്യം ആൻസർ ചെയ്യാം. വിച്ച് ഫോം ഓഫ് എനർജി ഡസ് ദ ഫ്ലവർ പോട്ട് ഹാവ് വെൻ ഇറ്റ് ഈസ് ഓൺ ദ സൺഷെയ്ഡ് ഓഫ് എ ബിൽഡിംഗ്? സൺഷെയ്ഡിൽ അവൻ അനങ്ങാതെ ഇരിക്കുകയാണ്. അപ്പൊ അനങ്ങാതെ ഇരിക്കുന്ന സമയത്ത് അതിന് എന്ത് ഊർജ്ജമുള്ളൂ? കൈനറ്റിക് എനർജി ഇല്ല, കാരണം വെലോസിറ്റി 0 ആണ്. അപ്പൊ കൈനറ്റിക് എനർജി ഇത് 0 ആണ്. പിന്നെ ഇത് മാത്രമേ ഉള്ളൂ, പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ എന്താ? പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ സ്ഥിതികോർജം, ഗതികോർജം 0 ആണ്.
ഇനി അടുത്തത് while the flower pot is falling down which forms of energy does it possess? താഴേക്ക് വീഴാൻ തുടങ്ങിയ it possesses both kinetic energy and potential energy. അതിന് എന്തുണ്ടായിരിക്കും? സ്ഥിതികോർജ്ജം ഉണ്ടായിരിക്കും, ഗതികോർജ്ജം ഉണ്ടായിരിക്കും. ഈ താഴേക്ക് വീഴുന്തോറും തറയിലേക്ക് അടുക്കുകയാണ്. തറയിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞാൽ എച്ച് കുറയാണ്. എച്ചിന്റെ വാല്യൂ കുറഞ്ഞാൽ, ഉയരം കുറഞ്ഞാൽ എന്ത് കുറയും? സ്ഥിതികോർജ്ജം കുറയും, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കുറയും. Does it potential energy increase or decrease when the pot falls down? When the pot falls down, ചെടിച്ചട്ടി താഴേക്ക് വീഴുന്ന സമയത്ത് അതിന്റെ പൊട്ടൻഷ്യൽ എനർജി കൂടുകയാണോ കുറയുകയാണ്? കുറയുന്നു. കൈനറ്റിക് എനർജി സംഭവിക്കുന്നു. താഴേക്ക് വരുന്തോറും ഭൂമിയിലേക്ക് അടുക്കുകയാണ്. അപ്പോൾ കൈനറ്റിക് എനർജി, അപ്പോൾ ഭൂമി കൂടുതൽ ശക്തിയിൽ ആകർഷിക്കുന്നു പറയാം. അപ്പോൾ അതിന്റെ പ്രവേഗം കൂടും, അല്ലെങ്കിൽ വെലോസിറ്റി കൂടും. സ്വാഭാവികമായിട്ടും കൈനറ്റിക് എനർജി കൂടും. അപ്പോൾ താഴേക്ക് വരുന്തോറും സ്ഥിതികോർജ്ജം, പൊട്ടൻഷ്യൽ എനർജി കുറഞ്ഞു വരുന്നു, ഗതികോർജ്ജം, കൈനറ്റിക് എനർജി കൂടി വരുന്നു. ഇനി താഴെ വന്നങ്ങോട്ട് മുട്ടിക്കഴിഞ്ഞാൽ, മുട്ടണ സമയത്ത് ഈ പൊട്ടൻഷ്യൽ എനർജി പൂർണ്ണമായിട്ട് എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? കൈനറ്റിക് എനർജി ആയിട്ട് മാറിയിട്ടുണ്ടാവും. വാട്ട് ഈസ് ദ എനർജി ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് ജസ്റ്റ് ബിഫോർ ദ ഫ്ലവർ പോട്ട് ടച്ചസ് ദ ഗ്രൗണ്ട്? ഇവിടെ നടക്കുന്ന എനർജി ട്രാൻസ്ഫോർമേഷൻ, ദ കൈനറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി. അപ്പൊ ഇവിടെ ബി 0 ആണ്, കൈനറ്റിക് എനർജി 0 ആണ്. ഈ കേസിലോ പി 0 ആയിരിക്കും. കാരണം എന്താ? എച്ച് 0 ആയിട്ട് എടുക്കാൻ പറ്റും. തറനിരപ്പിൽ നിന്നുള്ള ഉയരം തറയിൽ വന്ന് മുട്ടാണ്. അപ്പൊ പി 0 ആയിരിക്കും, കൈനറ്റിക് എനർജി മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഇനി let the mass of the pot be 15 kilogram. ഇതിന്റെ മാസ് m is equal to, അപ്പൊ സൺഷെയ്ഡിലുള്ളത് നമ്മൾ കാണുകയാണ്. സൺഷെയ്ഡിലല്ല ഇരിക്കണേ. അപ്പൊ സൺഷെയ്ഡിൽ ഉള്ളത് നമ്മൾ കാണുകയാണ്. മാസ് എത്രയാ? 15 കിലോഗ്രാം തന്നിട്ടുണ്ട്. എച്ച് എത്രയാ? 4 അല്ലേ? 4 മീറ്റർ. എച്ച് 4 മീറ്റർ, 4 മീറ്റർ ആണ്. പിന്നെ ജി എത്രയാ? 10. അപ്പോ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എന്ത് വരും? സോറി, പൊട്ടൻഷ്യൽ എനർജി പി അല്ല, ഇതിന്റെ ടെക്സ്റ്റിൽ യു ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ യു ഉപയോഗിക്കാം. പി ഇ അല്ല, യു ഇസ് ഈക്വൽ ടു എം ജി എച്ച് ഇസ് ഈക്വൽ ടു 15 into 10 into 4 is equal to 600 joule. 600. Kinetic energy of K is equal to 0. Or total energy is equal to U plus kinetic energy is equal to 600 plus 0 is equal to 600 joule. അപ്പോൾ ഇവിടെ 600 ജൂൾ ടോട്ടൽ എനർജി. ഈ ചെടിച്ചട്ടിയുടെ സൺഷെയ്ഡിന്റെ മുകളിൽ ഇരിക്കുന്ന സമയത്ത് ടോട്ടൽ എനർജി എത്രയാ? 600 ജൂൾ ആണ്. ഇനി അടുത്തത്, അത് താഴേക്ക് 2 മീറ്റർ താഴേക്ക് വീണു. 2 മീറ്റർക്ക് താഴെ വീണ് കഴിഞ്ഞാൽ അതിനെന്തുണ്ട്? വീഴുന്ന സമയത്ത് ഈ പൊസിഷനിൽ കൈനറ്റിക് എനർജി ഉണ്ട്, പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അത് നമുക്ക് രണ്ടും കാണണം. കൈനറ്റിക് എനർജി K is equal to 1/2 mv square. നമുക്ക് m തന്നിട്ടുണ്ട്, പക്ഷെ v സ്ക്വയർ തന്നിട്ടില്ല. v സ്ക്വയർ തന്നിട്ടുണ്ട്. 2 മീറ്റർ ആണ് താഴേക്ക് വീണേക്കണേന്ന് അറിയാം. അപ്പൊ നമുക്ക് v സ്ക്വയർ is equal to u square plus 2as അറിയാലോ. is equal to u square. ആദ്യ പ്രവേഗം, ആ താഴേക്ക് വീഴാൻ തുടങ്ങുന്ന സമയത്ത്, എപ്പോഴും മുകളിൽ നിന്ന് താഴേക്ക് വീഴാൻ തുടങ്ങുന്ന സമയത്ത് ഉള്ള വസ്തുവിന്റെ ആദ്യ പ്രവേഗത്തിലായിരിക്കും 0 ആയിരിക്കും. പ്ലസ് 2 ഇൻറ്റു എത്ര ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് 10 ഇൻറ്റു എസ് എത്ര സ്ഥാനാന്തരം ഉണ്ടായി? 2 മീറ്റർ. ഇവിടെ 2 മീറ്റർ ആണ് താഴേക്ക് വീണേക്കുന്നത്. മൊത്തം 4 മീറ്റർ ആണ്. 2 മീറ്റർ സഞ്ചരിച്ചതിന് ശേഷമുള്ളതാണ് നമ്മൾ കാണുന്നത്. 2 മീറ്റർ സ്ഥാനാന്തരം ഉണ്ടായി. അപ്പൊ കിട്ടി 40 കിട്ടി. അപ്പൊ വി സ്ക്വയർ ആണ് 40. അപ്പൊ നമുക്ക് കെ ഇങ്ങനെ എഴുതാം 1/2 ഇൻറ്റു 15 into 40. അപ്പോൾ ഇത് 20 ടൈംസ് പോവും. അപ്പൊ കെ എത്ര കിട്ടി? 300 ജൂൾ കിട്ടി. കൈനറ്റിക് എനർജി 300. ഇനി പൊട്ടൻഷ്യൽ എനർജി യു ഇസ് ഈക്വൽ ടു എം ജി എച്ച്. എം എന്ന് പറഞ്ഞാൽ 15, ജി 10, എച്ച് എത്രയാ? തറനിരപ്പിൽ ആകെ മൊത്തം 4 മീറ്റർ ആണ്. ഇത്രയും ഡിസ്റ്റൻസ് 4 മീറ്റർ ആണ്. അതിൽ 2 മീറ്റർ താഴേക്ക് വീണു. സ്വാഭാവികമായിട്ടും ഗ്രൗണ്ടിൽ നിന്ന് മുകളിലേക്കുള്ള ഹൈറ്റ് എത്രയായിരിക്കും? 2 മീറ്റർ ആയിരിക്കും. അപ്പൊ 2 ഈസ് ഈക്വൽ ടു 300 ജൂൾ. ഇനി നമ്മൾ ഇവിടെ ടോട്ടൽ എനർജി കാണാൻ. ടോട്ടൽ എനർജി ആകെ ഊർജം ഇസ് ഈക്വൽ ടു സ്ഥിതികോർജം പ്ലസ് ഗതികോർജം. സ്ഥിതികോർജം എത്രയാ? 300 പ്ലസ് 300 ഈസ് ഈക്വൽ ടു 600 ജൂൾ. സ്ഥിതികോർജവും ഗതികോർജവും കൂടി കൂട്ടി. അപ്പൊ എത്ര കിട്ടി? 600 ജൂൾ കിട്ടി.
ഇനി ഈ പൊസിഷനിൽ നമ്മൾ കാണാൻ പോവാ. ഈ പൊസിഷന്റെ പ്രത്യേകത പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. U is equal to 0. കാരണം എന്താ? H 0 ആണ്. ഇനി എന്ത് കാണാം നമുക്ക്? MGH സോറി MGH 0 ഇനി എന്താ 1/2 m v square 1/2 m v square കാണാം. 1/2 k is equal to 1/2 m v square. അവിടെ നമുക്ക് v square കാണണം. v square is equal to u square 0 square plus 2 into a മാറ്റില്ല 10 into s. ഇവിടെ s എത്ര 4 ആയി. 4 മീറ്റർ സഞ്ചരിച്ചു. അപ്പൊ 4 × 80. അപ്പൊ v square is equal to 80. Then kinetic energy is equal to 1/2 into 15 into v square ആണ് 80. അപ്പൊ 80 എന്ന് എഴുതിയാൽ മതി. 80 സ്ക്വയർ എന്ന് എഴുതരുത്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം. is equal to 600 joule. അപ്പൊ ഇവിടെ എത്ര കിട്ടി? kinetic energy 600 joule. അപ്പൊ ടോട്ടൽ എനർജി വീണ്ടും u plus k potential energy plus kinetic energy 0 plus 600 is equal to 600. അപ്പൊ എന്താ സംഭവിച്ചത്? ടോട്ടൽ ഈ 3 പൊസിഷനിലും നമുക്ക് ടോട്ടൽ എനർജി ഒന്ന് നോക്കാം. ഇവിടെ ടോട്ടൽ എനർജി 600, ഇവിടെ ടോട്ടൽ എനർജി 600, ഇവിടെ ടോട്ടൽ എനർജി 600. അങ്ങനെ ഇവിടെയും ടോട്ടൽ എനർജി ആകെ ഊർജം 600, ഇവിടെയും ആകെ ഊർജം 600, ഇവിടെയും ആകെ ഊർജം 600 ജൂൾസ് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചു? ആ ഒരു ചെടിച്ചട്ടിയുടെ കേസിൽ അതിന്റെ ടോട്ടൽ എനർജി കോൺസ്റ്റന്റ് ആയിട്ട് നിന്നു. ഇത് പ്രപഞ്ചത്തിലെ അടിസ്ഥാന നിയമമാണ്. എന്താണ്? എനർജി ക്യാൻ ഐദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഇത് ക്യാൻ ഓൺലി എന്ത് ചെയ്യാനേ പറ്റൂ? ട്രാൻസ്ഫോം, കൺവേർട്ട്, മാറ്റാനേ പറ്റൂ. ഫ്രം വൺ ഫോം ടു അനദർ. ഒരു രൂപത്തിൽ നിന്ന് ഊർജത്തിനെ നമുക്ക് നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. പിന്നെയോ അതിന്റെ രൂപമാറ്റം നടത്താനേ സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ വൈദ്യുതോർജം ഉൽപ്പാദിപ്പിച്ചു എന്ന് പറഞ്ഞാൽ വൈദ്യുതോർജം സൃഷ്ടിക്കും എന്നല്ല ചെയ്യണേ. ഏതെങ്കിലും ഊർജ രൂപത്തിനെ, ഏതെങ്കിലും എനർജി ഫോമിനെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുകയാണ്. ഒരു പക്ഷേ ഒരു ഡീസൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന താപോർജം ആവാം, അല്ലെങ്കിൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളത്തിന്റെ പൊട്ടൻഷ്യൽ എനർജി ആവാം. അപ്പോ എപ്പോഴും പ്രപഞ്ചത്തിലെ ആകെ ഊർജം നമ്മൾ എത്രയാ? സ്ഥിരമാണ്, കോൺസ്റ്റന്റ് ആണ്. നമുക്ക് പുതിയതായിട്ട് സൃഷ്ടിക്കാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. നമ്മൾ പ്രകാശമൂർജം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ വൈദ്യുതോർജത്തിനെ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി പ്രകാശോർജമാക്കി മാറ്റി. ആ ഇലക്ട്രിക്കൽ എനർജി എവിടെ നിന്നാണ് കിട്ടണേ? ഈ പറഞ്ഞ മാതിരി ഏതെങ്കിലും ഇന്ധനം കത്തിച്ചിട്ടോ കാറ്റ് വഴിയോ. അപ്പൊ എന്തായാലും ആ പ്രപഞ്ചത്തിലെ യൂണിവേഴ്സിലെ ആകെ ഊർജം എപ്പോഴും സ്ഥിരമായിരിക്കും. ആ അടിസ്ഥാന ഊർജ സ്രോതസ് സൂര്യനും ആയിരിക്കും. അതാണ് ഓർക്കേണ്ടത്. അതാണ് ചിത്രം കൊടുത്തേക്കണേ. കാരണം നമ്മളൊരു ഫോസിൽ ഇന്ധനം കത്തിക്കുകയാണ്, ഒരു ഡീസൽ കത്തിക്കുകയാണെങ്കിലും ആ ഡീസൽ കത്തിക്കുമ്പോൾ ആ ഡീസൽ ഉണ്ടായത് എങ്ങനെയാ? ഫോസിൽ ഫ്യൂവൽസ് ഉണ്ടാകുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന സസ്യജന്തുജാലങ്ങള് അതിന്റെ മണ്ണിന്റെ അടിയിൽ, പാറയുടെ അടിയിലും ഒക്കെ വിട്ട് ഹൈ പ്രഷർ, വലിയ ഉയർന്ന മർദ്ദത്തിനും ടെമ്പറേച്ചർ വേരിയേഷനും ഭാഗമായിട്ട് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ്, ഭൗതിക മാറ്റവും രാസമാറ്റവും, നിരവധി ഭൗതിക മാറ്റവും രാസമാറ്റവും സംഭവിച്ച് ഉണ്ടാകുന്നതാണ് എന്ത്? ഈ പെട്രോളിയം ഫ്യൂവൽസ്. സ്വാഭാവികമായിട്ട് അത് കത്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന, കത്തിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എനർജി അതെങ്ങനെയാ? അത് ജീവിച്ചിരുന്ന കാലഘട്ടത്തില് ഫോട്ടോസിന്തസിന്റെ സമയത്ത് സൂര്യനിൽ നിന്നും സണ്ണിൽ നിന്നും ഉപയോഗിച്ച സ്വീകരിച്ച എനർജിയാണ്. ബേസിക് ആയിട്ടുള്ള എനർജി സോഴ്സ് ഭൂമിയുടെ എന്താണ്? സൂര്യൻ ആണ്. അപ്പൊ അത് പ്രത്യേകം ഓർക്കണം. അത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതെല്ലാവരും പഠിക്കുക. ഓക്കെ.